ദൈവ തിരുനാമം മഹത്വപ്പെടുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ കൂടി ഇവിടെ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിവിധ മാധ്യമങ്ങളിൽ കൂടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം എന്റെ യൗവനത്തിന്റെ ആരംഭത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി എന്റെ ജീവിതം സമർപ്പിക്കുവാൻ ഇടയായത് മൂലം ഈ വർഷക്കാലം അത്രയും വിശ്വസ്തനായി എന്ന് നടത്തിയ നല്ലവനായ യേശുവിനെ എന്റെ കൊച്ചു കൊച്ചു അനുഭവങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താൻ കിട്ടുന്ന അവസരം. അതോടൊപ്പം തന്നെ ഭയത്തോടും വിറയലോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം നിങ്ങൾ വളരെ നാളുകളായിട്ട് പ്രാർത്ഥിച്ച് കാത്തിരുന്നതായ ഈ കൺവെൻഷൻ അത് സംബന്ധിക്കാനായി നിങ്ങൾ ചാരത്തൊന്നും ദൂരത്തൊന്നുമായി ന്യൂയോർക്കിൽ നിന്നും ന്യൂജേഴ്സിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കാനഡയിൽ നിന്ന് പോലും ദൈവമക്കൾ ആഗ്രഹത്തോടെയും ആശയോടെയും കൂടിയിരിക്കുമ്പോൾ യേശു പ്രസാദിക്കാത്ത ഒരു വാക്കുപോലും എന്റെ നാവിൽ വരരുതെന്ന പ്രാർത്ഥനയോടെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമക്കളുടെ മധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതും എനിക്കൊരു ബലമാണ്. ഒന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇന്ന് പ്രിയപ്പെട്ട ദേശീയ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോഴും അതിനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ തീരുമ്പോൾ ഒരു കാര്യമാണ് ഞങ്ങളുടെ മധ്യത്തിൽ നടക്കേണ്ടത്. ഞങ്ങളുടെ ഉടയവനും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ എല്ലാവരും മുട്ടുമടക്കി വണങ്ങിയിട്ട് കർത്താവിനെ ആരാധിച്ച് മഹിമപ്പെടുത്തിയിട്ട് പോകണം. ഇത് മാത്രമാണ് എന്റെ ഹൃദയത്തിൽ ആഗ്രഹം. പ്രിയപ്പെട്ടവരായി നിങ്ങൾ എല്ലാവരും അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ ബൈബിൾ ക്ലാസ്സിൽ നിങ്ങൾ ഓൺലൈനായിട്ട് വരുന്ന ബൈബിൾ ക്ലാസ് കേൾക്കുന്നവരായിരിക്കും. ഇന്നലത്തെ ബൈബിൾ ക്ലാസ്സിൽ ഒരു കാര്യം പറയുകയുണ്ടായി. ആദ്യകാലങ്ങളിൽ കൂട്ടായ്മ നടന്നത് ദേവാലയങ്ങളിലൊന്നുമല്ല, ചില ഭവനങ്ങളിലായിരുന്നു, ചെറിയ കൂടിവരവുകളായിരുന്നു. ഇന്ന് നമുക്ക് മനോഹരമായ ദേവാലയം തുറന്നു കിട്ടിയത് നല്ലത് തന്നെ. ദൈവം ഈ ദേവാലയത്തിലുള്ളവരെ, ഇത് അനുവദിച്ചവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അന്ന് കൂട്ടായ്മ കൂടുമ്പോൾ, ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ, വീണ്ടും പീഡയുടെ കാലം വന്നപ്പോൾ പുറമെ കൂടുവാനൊന്നും സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് ഗുഹകളിലും രഹസ്യ സങ്കേതങ്ങളിലുമാണ് ദൈവമക്കൾ കൂടി വന്ന് വചനം കേട്ടതും വചന ശുശ്രൂഷയെ സംബന്ധിച്ചതും അനുഗ്രഹം പ്രാപിച്ചു പോയത്. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കാൻ അവസരമുണ്ട്. അത് തന്നെ ഒരു വലിയ കൃപയാണ്. അന്ന് 1-ാം നൂറ്റാണ്ടിൽ ഒരു കൂട്ടായ്മ യോഗം ഒരു ഭവനത്തിൽ നടന്നു. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മ കാണാം. ആ കൂട്ടായ്മ യോഗത്തെ കുറിച്ച് അവസാനം എഴുതിയിരിക്കുന്നത് അത് വളരെ അനുഗ്രഹകരമായിട്ട് തീർന്നു, പര്യവസാനിച്ചു എന്നുള്ളതാണ്.
ഒരു യോഗം അനുഗ്രഹമായിട്ട്, കൺവെൻഷൻ അനുഗ്രഹമായിട്ട് തീർന്നു എന്ന് പറയുമ്പോൾ പലർക്കും ഈ നാളുകളിലും വലിയൊരു തെറ്റുപറ്റാറുണ്ട്. കൺവെൻഷൻ അനുഗ്രഹമായി, കൂട്ടായ്മ അനുഗ്രഹമായി, വീട്ടിൽ വെച്ച് യോഗം അനുഗ്രഹമായി. കാരണം ധാരാളം പേര് വന്നു, വിളിച്ചവരെല്ലാം വന്നു, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വന്നു, കരുതിയ കസേരകൾ പോരാതെ വന്നതുകൊണ്ട് കൂടുതൽ കസേരകൾ എടുക്കേണ്ടി വന്നു എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ട് അനുഗ്രഹമായി എന്ന് പറയുന്നതായ ഒരനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ അന്ന് 1-ാം നൂറ്റാണ്ടിൽ ആ ഭവനത്തിൽ കൂടിയിരുന്നതായ കൂട്ടായ്മ അത് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ 44-ാമത്തെ വാക്യം എന്റെ ഹൃദയത്തിൽ വളരെ സ്പർശിച്ചു. അതുകൊണ്ടാണ് അന്നത്തെ കൂട്ടായ്മ യോഗം, ഭവനത്തിൽ കൂടിയതായ കൂട്ടായ്മ യോഗം ഏറ്റവും അനുഗ്രഹമായി എന്ന് ഞാൻ പറഞ്ഞത്. ആ വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിച്ചു. വചന ശുശ്രൂഷ കഴിയുമ്പോൾ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ ആ വീട്ടിലെ കൂട്ടായ്മ യോഗം ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞാൻ ആമുഖമായി പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. വചനം കേൾക്കുന്ന നമ്മുടെ എല്ലാവരുടെ പേരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എന്നുള്ള ഒറ്റൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചെന്നായിരിക്കും ഇന്ന് നമ്മളുടെ മധ്യത്തിൽ ആ 1-ാം നൂറ്റാണ്ടിലെ അനുഭവം ആവർത്തിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവം അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങൾക്ക് മീഡിയയിൽ പലപ്പോഴുണ്ടായാൽ അറിയാം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചിലരുടെ മണങ്ങി വീഴുന്നു, തുള്ളുന്നതും പിടയ്ക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പരിശുദ്ധാത്മാവ് വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല അനുഭവം. ഞാൻ ഓർക്കുന്നു 1973 കോലഞ്ചേരി പ്രദേശത്ത് ഈ വലിയ ആത്മാവിന്റെ ഉണർവ് വ്യാപിച്ചത്. അന്ന് മുതൽ ഈ കൂട്ടായ്മയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദേവദാസനാണ് പ്രിയപ്പെട്ട ബേബി വർഗീസ് ന്യൂയോർക്കിൽ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ 1975 ആദ്യമായിട്ട് ഈ കൂട്ടായ്മയിൽ വന്നു തുടങ്ങിയത്. അന്ന് ഞാൻ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട MY വനാസ് സാറിന്റെ ഇടവക ദേവാലയമായ സെന്റ് മേരീസ് പള്ളിയിൽ, അന്ന് 2-ാം ശനിയാഴ്ചവും ആ പള്ളിയിലാണ് നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരിൽ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് സാക്ഷിക്കേണ്ട ആവശ്യമാണല്ലോ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ ചെന്ന ദിവസം കണ്ടത് ഗാനമാലപിക്കും, വചനം പറയും. ദൈവത്തിന് സ്തോത്രം. വചന ശുശ്രൂഷ കഴിയുമ്പോൾ സമർപ്പണത്തിനുള്ള ആഹ്വാനം, പുതിയതായിട്ട് ജീവിതം സമർപ്പിക്കുന്നവര്, കർത്താവിനെ സാക്ഷിക്കാനുള്ളവർ എഴുന്നേറ്റ് സാക്ഷിക്കാമെന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് അന്നത്തെ കൂട്ടായ്മയിൽ വന്നു. എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് പാവങ്ങളെ അത്യുച്ചത്തിൽ വലിയവായിട്ട് കരഞ്ഞുകൊണ്ട് ഏറ്റു പറയുന്നു. ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, ഒരാൾ എഴുന്നേറ്റ് നിന്നു, ഞാൻ ഒരാളെ കൊന്ന വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു സഭയുടെ മുമ്പാകെയാണ് കൂടി എന്ന് പറയുന്നത്. അങ്ങനെ എത്രയെത്ര അനുഭവം. ദൈവത്തിന് സ്തോത്രം. യുവാക്കൾ എഴുന്നേറ്റ് എന്ന് പറയുന്നതാണ് പഴയ വഴികൾ. ഇന്ന് വരെ ഞാൻ അങ്ങനെയാണ് ജീവിച്ചത്. ഇന്ന് ഞാൻ വചനം കേട്ടു, എന്റെ വഴി തെറ്റായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ എന്റെ ജീവിതം ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പാടിയവരും വചനം പറഞ്ഞവരും സാക്ഷിക്കുന്നവരെല്ലാം ആ അന്തരീക്ഷത്തിൽ, ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ നടന്ന് ഒരു കണ്ണുനീരിന്റെ അനുഭവം, ഒരു അനുതാപത്തിന്റെ അനുഭവം, എല്ലാവരും കർത്താവായ യേശുക്രിസ്തു രക്ഷകനെന്ന് കണ്ടെത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ പാരമ്പര്യത്തിൽ മുട്ടുമടക്കി ആരാധിച്ച് മടങ്ങി പോകുന്നതായിരുന്നു. പ്രിയമുള്ള പരിശുദ്ധാത്മാവ് വരുമ്പോൾ നടത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്.
നൂറ്റാണ്ടുകൾ കഴിഞ്ഞു എന്ന് വിചാരിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വ്യത്യാസം വരികയില്ല. ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് കാലാനുഗതമായി മാറ്റമൊന്നും വരികയില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളുടെ മധ്യത്തിൽ വന്നാൽ നമ്മളും എഴുന്നേറ്റെന്ന് പറഞ്ഞില്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട് കർത്താവേ. ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാണ്. എന്റെ ജീവിതം ഞാൻ ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ നടന്ന പ്രാർത്ഥനായോഗം? ഇന്നത്തെ ചിന്താ വിഷയം അതല്ല. പക്ഷേ ഈ ഭാഗം എന്റെ ഹൃദയത്തിൽ നന്നായി സ്പർശിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. കൊർന്നലിയോസ് എന്ന് പറയുന്ന ഒരു ശതാധിപൻ റോമൻ ആർമിയിലെ ഒരു ഇറ്റാലിയൻ റെജിമെന്റിലെ ക്യാപ്റ്റനായിരുന്നു കൊർന്നലിയോസ്. ശതാധിപൻ, ശതം 100, ശതാധിപൻ 100 പേരുടെ ലീഡർ. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം എങ്ങനെയാണ് ഈ വീട്ടിൽ ഈ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചതും ഈ അനുഗ്രഹമായി തീർന്നതും എന്നെല്ലാം നമ്മളൊന്ന് ചിന്തിച്ചു പോകുന്നത് നമുക്ക് നല്ലതായിരിക്കും. 10-ാം അധ്യായത്തിന്റെ ഒന്ന് നല്ല വായിക്കുന്നത് പെട്ടെന്ന് വായിക്കാം. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടണത്തിൽ കൊർന്നേലിയോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും. അവൻ ഭക്തനായിരുന്നു. ജനത്തിന് വളരെ കുടുംബത്തോടൊരുമിച്ച് കുടുംബസമേതം ദൈവത്തെ ആരാധിക്കുന്ന ഒരാളായിരുന്നു. അവൻ ധർമ്മം കൊടുക്കുന്ന ഒരാളായിരുന്നു. അടുത്ത വാക്യം. ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ സ്ഥലം എന്താണ് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം? ഒരു ക്യാപ്റ്റൻ എല്ലാ സമയവും ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും മുട്ടൂത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. നിങ്ങളെല്ലാം ജോലിയുള്ളവരാണ്. ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നമ്മളെല്ലാം ജോലി ചെയ്തേ ഒക്കെയുള്ളൂ. ജോലി ചെയ്തേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 24 മണിക്കൂർ നമുക്ക് ഉപവാസമെടുത്തും പ്രാർത്ഥനയായിട്ട് മുട്ടൂത്തിയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓഫീസിലായിരിക്കുമ്പോഴും നേഴ്സിയായി ജോലി ചെയ്യുമ്പോഴും ഡോക്ടറായിട്ട് ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും എന്റെ യേശുവേ, എന്റെ ദൈവമേ, ഉള്ളിൽ നിന്ന് ഒരു ഉള്ളം തുടിക്കുന്നതായ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. പിന്നെ അടുത്ത് വായിക്കാം. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് അപ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൂടാതെ കൃത്യമായിട്ടൊരു സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. സ്തോത്രം. എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് പകർന്നുകൊണ്ടിരിക്കണം. പോരാ, നമ്മൾ കൃത്യസമയം പാലിച്ച് മാറ്റിവെച്ച് കൃത്യമായിട്ട് പ്രാർത്ഥന ചെയ്തുകൊണ്ട ഒരാളായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ ആളോടാണ് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അടുത്ത് എന്നിട്ട് കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നീ ഒരു കാര്യം ചെയ്യണം. വായിക്കാമോ? കൊർന്നേലിയോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുന്നു. ഒത്തിരി പാഠങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുണ്ട്. എന്നാൽ ഇത്രമാത്രം പ്രാർത്ഥന ചെയ്തിട്ടുള്ള ഭക്തനായ കുടുംബസമേതം ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ കൊർന്നേലിയോസിനോട് നീ വീട്ടിലൊരു പ്രാർത്ഥനായോഗം നടത്തി നീ എന്ന് പ്രസംഗിക്കുന്നു പറഞ്ഞാൽ പോലെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യണം. നീ പത്രോസ് മറുപടിയുള്ള ശീമോൻ എന്ന ഒരാളുണ്ട്, ആളെ വരുത്തി വീട്ടിൽ ശുശ്രൂഷ നടത്തണം. പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധിയല്ല ദൈവത്തിന്റെ വഴികൾ. ദൈവത്തിന്റെ സ്തോത്രം. ഏതായാലും ശിമോനായ കൊർന്നേലിയോസ് ആ കാര്യം അതുപോലെ തന്നെ അനുസരിച്ച് ദൈവഭക്തരായി 2 പേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. പത്രോസിയാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്തു. പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 മണി നേരത്തെ പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. എന്തൊരു മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ കൊർന്നേലിയോസ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴേ ദൈവത്തിന്റെ സ്തോത്രം പത്രോസ് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ കൊർന്നേലിയോസിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഇരുന്നു. ഇവിടെ ദൈവത്തിന്റെ സ്തോത്രം പത്രോസിന്റെ പ്രാർത്ഥനയും ദൈവസന്നിധിയിലേക്ക്. എന്ത് മനോഹരമാണ് ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം.
നിങ്ങൾ ഓരോ സ്ഥലത്തു നിന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചത്, ഇന്ന് നിങ്ങൾ വന്നപ്പോൾ പ്രാർത്ഥിച്ചത്, ഇപ്പോൾ എവിടെ നിന്നും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ബലഹീനായി ഞാനിവിടെ കഥാവിന്റെ സാക്ഷി നിൽക്കുന്നത്, എല്ലാം താൽസമ്യം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണുകളുടെ മുമ്പാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം കാണുന്നവനായ ദൈവം, എല്ലാ ഹൃദയങ്ങളെയും അറിയുന്നവനായ, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തൂക്കി നോക്കുന്നവനായ ദൈവം, ആ ദൈവത്തിന്റെ മുമ്പാകെയാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം അത് മനോഹരമാണ്. മറ്റു ഭാഗത്ത് നമുക്കാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ദൈവത്തിന്റെ സ്തോത്രം എത്യോപ്യ രാജ്ഞിയുടെ കാര്യവിചാരകനായ, സകല ഭണ്ഡാരത്തിനും കാര്യവിചാരകനായ ദൈവത്തിന്റെ സ്തോത്രം ആ എത്യോപ്യയിൽ ഷണ്ണൻ യെരൂശലേമിൽ നമസ്കരിക്കാൻ പോയിട്ട് തിരികെ പോരുന്നതായ സമയമാണ്. അപ്പോഴും രഥത്തിൽ ഇരുന്ന് വേദപുസ്തകം വായിച്ചുകൊണ്ട് പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. പഴയ നിയമം വായിക്കുന്നില്ല, പക്ഷേ വചനമൊന്നും മനസ്സിലാക്കുന്നില്ല. എന്നാൽ അവരുടെ ഹൃദയത്തിലൊരു ആഗ്രഹം, ദൈവം ഇത് ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു പൊരുൾ തിരിച്ച് തന്നിരുന്നെങ്കിൽ, ഈ ദൈവത്തിന്റെ വചനം എനിക്ക് ആരെങ്കിലും ഒന്ന് പൊരുൾ തിരിച്ച് തന്നിരുന്നു എന്നെല്ലാം വിചാരിച്ച് സാവകാശം രാജകീയ രഥത്തിൽ ദൈവത്തിന് ഷണ്ണൻ യാത്ര ചെയ്തു പോവുകയാണ്. ആ ഹൃദയത്തിലെ ആഗ്രഹങ്ങളായ ദൈവം സ്തോത്രം. നിങ്ങൾ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കാണുമ്പോൾ ദൈവമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഷണ്ണൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, എന്റെ ദൈവം ഈ വചനത്തിന്റെ പൊരുൾ ഒന്ന് എനിക്ക് തിരിച്ചു തരാമോ, എന്ന് ആരെങ്കിലും നയിക്കാമോ, ഒന്നും കണ്ടിട്ടില്ല. അപ്പോഴാണ് എന്തു പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറായി ഫിലിപ്പോസ് എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജനമായ ദേശത്തേക്കില്ല. ചോദിച്ചില്ല എന്തിനാണ് ചോദിച്ചില്ല, നിർജ്ജനമായ വഴിയിൽ കൂടി എന്തിനാണ് എന്നോട് പറഞ്ഞയക്കുന്നതെന്ന് ചോദിച്ചില്ല. ദൈവത്തിന് നിർജ്ജനം ആരുമില്ലാത്ത വഴിയിൽ കൂടി ആരോട് എന്ത് പറയാനാണ് ചോദിച്ചില്ല. പോയി നിങ്ങളുടെ ചരിത്രം അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ചെന്നു ഷണ്ണനെ കണ്ടു. ഷണ്ണൻ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പോസ് നീ വായിക്കുന്ന ഗ്രഹിക്കുന്നു? ഇല്ല, ഞാൻ ഒട്ടും ഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരമായിരുന്നു, ആരെങ്കിലും പറഞ്ഞത് ഞാൻ എങ്ങനെ ഗ്രഹിക്കും? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഫിലിപ്പോസിനോട് രഥത്തിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. കയറിയിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഓരോ തിരിച്ചു പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ് വലിയവനായ ദൈവം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇന്ന് ആഗ്രഹത്തോടെ വന്നതെങ്കിൽ ആശയോടെയാണ് നിങ്ങൾ നാളുകളായിട്ട് ആശമായിട്ട് ഒരുങ്ങിയതെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ബലഹീനനെ മാറ്റി നിർത്തി ദൈവം ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിമനോഹരമായ ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പിറ്റേന്നാൾ 24-ാമത്തെ വാക്യം. പിറ്റേന്നാൾ കൈസരിയിലെത്തി അവിടെ കോർണേലിയസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടുവരുത്തി അവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമ്മളൊക്കെ വീട്ടിൽ പാർട്ടി നടത്തുന്നപ്പോഴാണ് ബർത്ത്ഡേ പാർട്ടി നടത്തും, വെഡിങ് ആനിവേഴ്സറി ആൾക്കാരെ വിളിക്കും, 25ാം വിവാഹ വാർഷികത്തിന് വിളിക്കും, 50ാം വാർഷികത്തിന് വിളിക്കും. വിളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കൊർന്നേലിയോസ് ചെയ്ത കാര്യം എന്തിനാണ്? വീട്ടിൽ ചാർച്ചക്കാരെയും സ്നേഹിതരെല്ലാം വിളിച്ചു വരും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, കൊർന്നേലിയോസ് ഒരു ക്വാർട്ടേഴ്സ് ആർമി ക്യാപ്റ്റനല്ലേ, സൗകര്യപ്രദമായ ഒരു ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. വേദസ്ഥലങ്ങളില്ല കേട്ടോ. എല്ലാവരും വിളിച്ചു. എന്ത് പറഞ്ഞു? ഇന്ന ദിവസം എന്റെ വീട്ടിലെ ഒരു പ്രാർത്ഥനായോഗമുണ്ട്. സ്നേഹിതരെ വിളിച്ചു, സുപ്പീരിയേഴ്സിനെ വിളിച്ചു, താഴെക്കടികളുള്ളവരെ വിളിച്ചു, സ്നേഹിതരെ വിളിച്ചു, ആൾക്കാർ അമ്മായി വിളിച്ചു, അമ്മായിയുടെ മക്കൾ വിളിച്ചു, ഫസ്റ്റ് ക്ലാസ്സിനെ വിളിച്ചു, സെക്കൻഡ് ക്ലാസ്സിനെ വിളിച്ചു, എല്ലാവരും ഒന്ന് വരണേ പ്ലീസ്, എന്റെ വീട്ടിലൊരു പ്രാർത്ഥനായോഗം. വിളിച്ചു, വലിയ ദിവസത്തിൽ വിളിച്ചു. അവൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? ഞാൻ സേവിക്കുന്ന ഈ ദൈവത്തെ എന്റെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ ആഗ്രഹമുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തെ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ, നിങ്ങളുടെ പരിചയക്കാർക്ക്, സ്നേഹിതർക്ക്, ചാർച്ചക്കാർക്ക് നിങ്ങളുടെ ആഗ്രഹം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കൊർന്നേലിയോസ് ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. പത്രോസ് അകത്ത് ചെന്നു. അവിടെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് ചെയ്യുവാണ്ട്. പത്രോസ് അകത്ത് കയറിയപ്പോഴാണ് കൊർന്നേലിയോസ് എതിരേറ്റ് അവന്റെ കാലിൽ വീണ് നമസ്കരിച്ചു. പത്രോസ് എഴുന്നേൽക്കാൻ ഞാൻ ഒരു മനുഷ്യത്ര എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടെ കൊർന്നേലിയോസിനെ തെറ്റുപറ്റി. ദൈവത്തിന് സ്തോത്രം. പത്രോസ് ചെന്നപ്പോൾ കൊർന്നേലിയോസ് അവന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. പത്രോസ് പറഞ്ഞു, നോ നോ നോ, എഴുന്നേൽപ്പ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിനക്ക് ഞാനും ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു.
10-ാം അധ്യായത്തിന്റെ 40, 41, 42 വാക്യങ്ങൾ. നിങ്ങളെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നു, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് ശ്രദ്ധിക്കൂ, പ്രവാചകൻ എന്ന് വിചാരിച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നതിന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ എന്ന് വിചാരിച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നു, ദൈവമെന്ന് വിചാരിച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നു. ശിഷ്യൻ എന്ന് വിചാരിച്ച് ശിഷ്യനെ കൈക്കൊണ്ടാൽ ശിഷ്യന്റെ പ്രതിഫലം ലഭിക്കും. പ്രവാചകൻ എന്ന് വിചാരിച്ച് പ്രവാചകനെ കൈക്കൊണ്ടാൽ പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. ദൈവമെന്ന് വിചാരിച്ച് പ്രവാചകനെ കൈക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് കാണാം, മർലോ മലയിൽ യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മർലോ മലയിലേക്ക് പോയി. അവിടെ അതിതേജസ്സിൽ അവരിരുന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ. മോശയും ഏലിയാവും ഇറങ്ങി വന്നു. കർത്താവായ യേശു ക്രിസ്തു പത്രോസ് ഇറങ്ങി 3 കുടിലുണ്ടാക്കട്ടെ. ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, അപ്പോൾ സ്വർഗ്ഗത്തിന്റെ ശബ്ദം ഉണ്ടായി. എന്താണ്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവിക്കൊള്ളുവിൻ. യു കനോട്ട് ഇക്വേറ്റ് യേശു ക്രിസ്തുവിനെയും മോശയെയും ഏലിയാവിനെയും ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. യേശു ദൈവമാണ്, ഇത് പ്രവാചകന്മാരാണ്. നിങ്ങൾ മനസ്സിലായോ? പ്രവാചകൻ എന്ന് വിചാരിച്ച് പ്രവാചകനെ കൈക്കൊള്ളും, ദൈവം എന്ന് വിചാരിച്ച് പ്രവാചകനെ കൊള്ളരുത്. ഉടനെ ദൈവത്തിന്റെ ആത്മാവോട് ഇടപെട്ടു. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവിക്കൊള്ളുവിൻ. ദൈവത്തിന്റെ സ്തോത്രം. ഈ കൂട്ടായ്മയുടെ ആരംഭകാലത്ത് ഞങ്ങൾ നടത്തിയതായ ഞങ്ങൾ വിളിച്ച് ആലോചിക്കുന്നതായ ആ ദേവദാസനും തുടർന്ന് ഞങ്ങൾ നടത്തിയതായ ബഹുമാനപ്പെട്ട സാറും എല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ മനുഷ്യരെ നോക്കരുത്, യേശുക്രിസ്തുവിനെ മാത്രം നോക്കണം. എന്നെ നോക്കരുത്, യേശുക്രിസ്തുവിനെ മാത്രം നോക്കണം. പ്രിയമുള്ളവരെ, മനുഷ്യർ ദൈവമാക്കിയിരിക്കുന്ന വേല തികച്ച് അതാ സമയത്ത് അവരുടെ വേല തിരിച്ച് കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. എന്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കില്ല, ഞാനാകുന്നു ഞാനാകുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്റെ കർത്താവിന് മഹത്വം, എന്റെ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിൽ ചേർന്ന് അടിവടയിലെങ്കിൽ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്റെ കർത്താവ് കാണുന്നു. നന്ദിയോട് സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി മരിച്ചത്, നമുക്ക് വേണ്ടി മരിച്ചത് മറ്റാരുമില്ല, ഒരാൾ യേശു. യേശു യേശു മാത്രം നമ്മുടെ രക്ഷകൻ. സ്തോത്രം. ഇത്രയെല്ലാം ശ്രേഷ്ഠായവരും ആദരിക്കേണ്ടതും മാനിക്കേണ്ടതും ബഹുമാനിക്കേണ്ടവരുമായ ദൈവദാസന്മാരെ ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഈ എന്താണ് പൗലോസ് പ്രാർത്ഥിച്ചത്? ദൈവത്തിന് സ്തോത്രം. അതിന്റെ 40-ാം വാക്യം മുതൽ വായിക്കണം. 39-ാം വാക്യം മുതൽ. യഹൂദ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. പിതാവായ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. നിങ്ങൾ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ദൈവത്തിന് സ്തോത്രം. 42. ജീവികൾക്കും ന്യായത്തിനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെയെന്ന് ജനത്തോട് പ്രസംഗിച്ചു. സാക്ഷീകരിപ്പൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവരും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവരും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. സ്തോത്രം. അപ്പോസ്തലന്റെ പ്രസംഗം എന്താണ്? ക്രൂശിക്കപ്പെട്ടവനായ യേശു. സ്തോത്രം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനവും. സ്തോത്രം. അവന് പാപമോചനം ലഭിക്കുമെന്ന് പത്രോസ് അദ്ദേഹത്തിനോട് എന്ത് മനോഹരം. എല്ലാവരെയും കൂട്ടുവരുത്തി വളരെ ഭയഭക്തിയോടെ സ്വീകരിച്ചു. സത്യമായ യേശു ക്രിസ്തുവിന്റെ വചനം പത്രോസ്. സ്തോത്രം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ അതിനെ കേട്ട എല്ലാവരുടെയും മേൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുമ്പോൾ, ഉയർത്തപ്പെട്ട ക്രൂശിനെ സാക്ഷിക്കുമ്പോൾ, യേശുവിന്റെ രക്തം സാക്ഷിക്കുമ്പോൾ, അവരുടെ രക്ഷയെ ഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ആമുഖം പറഞ്ഞു കൂടിപ്പോയോ?
ധാരാളമായ വചനങ്ങളൊന്നും നിങ്ങളോട് പറയാൻ കാരണമില്ല. കൊച്ചു കൊച്ചു അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ശ്രദ്ധയോടെ ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് പറയുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഒരു വാക്യത്തെ ആസ്പദമായി ബാക്കിയുള്ളതായ സമയം ദൈവത്തിന് നിങ്ങളുമായിട്ട് ചിന്തിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു. മൺപാത്രങ്ങളിൽ പകരുന്നതായ അത്യന്തിക ശക്തി, അത്യന്ത ശക്തി പകരുന്നതായ മൺപാത്രം. സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. മൺപാത്രങ്ങളിൽ പകരുന്നതായ അത്യന്ത ശക്തി, അത്യന്ത ശക്തി പകരുന്നതായ മൺപാത്രം. ദൈവത്തിന്റെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഈ മൺപാത്രം ഏതാ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. എങ്കിലും വചനത്തിൽ കൂടി നമുക്ക് കണ്ണോടിച്ചു പോകാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവനെ അനന്തരം യഹോവ ഒന്നുകൂടി ആ വാക്യം തന്നെ വായിക്കും. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. യഹോവയായത് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് ഈ മൺകൂടാരം, ഈ മൺകൂടാരം അത്യന്ത ശക്തി പറഞ്ഞിരിക്കുന്ന മൺകൂടാരം ഏതാണ്? ഓരോരുത്തരും ദൈവത്തിന്റെ സ്വന്തം സാഹചര്യത്തിൽ പൊടിയിൽ നിന്ന് ദൈവം മെനഞ്ഞുണ്ടാക്കിയ നമ്മുടെ ഈ ശരീരമാണ് മൺകൂടാരം. ദൈവത്തിന്റെ സ്തോത്രം. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 3:16. അവിടെ അപ്പോസ്തലൻ ഇതിനെ വേറെ രീതിയിലാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഈ മൺകൂടാരമായ ഈ ശരീരത്തിൽ, ഈ മന്ദിരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കാനുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഈ മൺകൂടാരത്തിൽ ലഭിക്കുന്നതായ പരിശുദ്ധാത്മാവ് അത് തന്നെയാണ്. നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3:16-19. 1 കൊരിന്ത്യർ 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുവാൻ ദൈവം കണ്ടുവച്ചിരിക്കുന്നതായ ശരീരമാകുന്ന മൺപാത്രം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ ഓരോരുത്തരും ഈ മൺപാത്രം. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നും കൂടി ആയിരിക്കും. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താകൾക്കുള്ളവരല്ല എന്നും. നിങ്ങളുടെ ശരീരമുണ്ടല്ലോ, ഇത് ദൈവം മെനഞ്ഞതായ മൺകൂടാരമാണ്. പൊടിയിൽ നിന്ന് നിർമ്മിച്ചതായ മൺകൂടാരത്തിൽ ഇത് മെനഞ്ഞപ്പോൾ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? ഒരു അത്യന്ത ശക്തി ഇതിലേക്ക് പകരണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് ഈ വലിയ അത്യന്ത ശക്തി നമ്മൾ പറ്റുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ അതിനുള്ളൊരു ശുശ്രൂഷ നടത്താനുള്ള കലിപ്പൊന്നും ശക്തിയോ ബലമോ കലിപ്പൊന്നും എനിക്കില്ല. ദൈവത്തിന്റെ എങ്കിലും നമ്മൾ കൂടിയിരിക്കുന്ന തന്റെ കൈപ്പിണിയായ ഈ മൺകൂടാരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ പറഞ്ഞു ഇന്ന് പലതും ഈ ദേവാലയത്തിൽ നടക്കും എന്നുള്ള എനിക്ക് സംശയം. ദൈവത്തിന്റെ പ്രിയമുള്ളവർ, ദൈവത്തിന്റെ നമ്മളെല്ലാവരും സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുള്ളവരാണ്. അവസാനമായ ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം ശവക്കുഴിയിലേക്ക് എടുക്കുന്നുണ്ട്. അച്ഛൻ ചൊല്ലി പ്രാർത്ഥിച്ച് തീർക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. മനീഷ കൊടിയായി കൊടിയിലേക്ക് ചെല്ലുന്നതാണ്. ദൈവവചനത്തിന്റെ നോക്കിക്കായി ഞാനിപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ കുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം.
നമ്മൾ ഓരോരുത്തർക്കും ഒരു ദിവസമുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ഒരു ദിവസം ആ രംഗത്തൂടി കടന്നു പോകേണ്ടവരാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അതിനു മുമ്പ് ഈ മൺകൂടാരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തനം കഴിയും. ദൈവത്തിന് സ്തോത്രം. 43-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 43:12. അവിടെ ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അതിർത്തിക്കകമെല്ലാം അതിവിശുദ്ധമായിരിക്കണം. ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം അതിന്റെ അതിർത്തിക്കകമെല്ലാം അതിവിശുദ്ധമായിരിക്കണം. ഏത് പർവ്വതത്തെ കുറിച്ചാണ് പറയുന്നത്? ഏത് ആലയത്തെ കുറിച്ചാണ് പറയുന്നത്? നമ്മളാകുന്ന ഈ ആലയം, നമ്മുടെ ശരീരമാകുന്ന ഈ ആലയം. ഈ ആലയത്തെ കുറിച്ചുള്ള പ്രമാണം എന്താണ്? ഇതിന്റെ അതിർത്തിക്കകമെല്ലാം അതിവിശുദ്ധമായിരിക്കണം. നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ ആത്മാവ് സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിറഞ്ഞ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ആക്കിയിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം നമ്മൾ ഇഷ്ടങ്ങളും വിശുദ്ധരുമായി തീരുന്നതിന് വേണ്ടിയാണ്. ഇതാകുന്ന ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചുള്ള പ്രമാണം അതിന്റെ നമുക്ക് വിശുദ്ധമായിരിക്കണമെന്നൊക്കെ ദൈവത്തിന് ദൈവനാമം നമുക്ക് പ്രമാണം. 30-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം. 30-ാം സങ്കീർത്തനം 9-ാം വാക്യം. അവിടെ ദാവീദ് പറയുന്ന കാര്യമാണ്, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? ഞാനൊരു ധൂളിയായ മനുഷ്യനാണ്, ഞാനൊരു പൊടിയായ മനുഷ്യനാണ്. ഈ ധൂളി നിന്നെ സ്തുതിക്കുമോ? ഈ ധൂളി നിന്നെ സ്തുതിക്കുമോ? ഞാനൊരു ധൂളിയായ മനുഷ്യനാണ്. ഈ ദേവാലയത്തിൽ സന്ധ്യാസമയം കൂടിയിരിക്കുന്നു. ഒന്നാമത്തെ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ. ഞാനൊരു ധൂളിയായ മനുഷ്യൻ, പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. എന്റെ മൺകൂടാരം, ഇതൊരു നാൾ ഈ മൺകൂടാരം വിട്ട് ഞാൻ എത്തിയിലേക്ക് ചേർന്നു. അതിനു മുമ്പ് എന്നെ മെനഞ്ഞവനായ ഈ മൺകൂടാരത്തിൽ എന്നെ സൃഷ്ടിച്ചവനായ ഈ മൺകൂടാരത്തിൽ പകരേണ്ടതായ ദൈവത്തിന്റെ ശക്തിയുണ്ട്. മൺകൂടാരങ്ങൾ പകരുന്ന ദൈവത്തിന്റെ ശക്തി. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് വായിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. അവിടെ യാക്കോബിനെയും യോഹന്നാനെയും കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് വിളിക്കുന്നതായ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന അവനോട്, ഗുരുവേ, ഞങ്ങൾ നിന്നോട് യാചിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരുപ്പാൻ വരം നൽകണം എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. യാക്കോബിനെയും യോഹന്നാനെയും കർത്താവായ യേശുക്രിസ്തു ഗലീലാ കടൽപ്പുറത്ത് നിന്ന് വിളിച്ചു. എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അവര് അപ്പനെയും അമ്മയെയും വിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ വിളി കേട്ട് യേശുവിനെ അനുഗമിക്കാനായി ജീവിതം മാറ്റിവെച്ച് അപ്പനെയും അമ്മയെയും വിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോയ സെബദി മക്കൾ യാക്കോബ് യോഹന്നാനും അവർക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം. നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. ആഗ്രഹം ഉണ്ടാകുന്ന തെറ്റല്ല. ദൈവത്തിന്റെ സ്തോത്രം. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, കാര്യം ഞങ്ങൾ ചോദിക്കാൻ പോകുന്നൊന്ന് ചെയ്തു തരാൻ സാധിക്കുമോ? ഗുരു, ഞങ്ങൾ നിന്നോട് യാചിക്കാൻ പോകുന്നു, ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം കൂടി കർത്താവിനെ സമ്മതിക്കാന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം, പിള്ളേർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ട് ചെയ്തു തരാമോ? ആദ്യം നമ്മളിങ്ങനെ സമ്മതിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ യാക്കോബ് ഞാൻ ആദ്യം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു മുൻകൂർ സമ്മതം മേടിക്കാൻ നോക്കുകയാണ്. ഞാൻ അപേക്ഷിക്കുന്നത് ഞങ്ങൾ ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. എന്താണ് അവന്റെ ആഗ്രഹം? 37-ാം വാക്യം കൂടിയാണ്. നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരുപ്പാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇടത്തും വലത്തും ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. പ്രിയമുള്ളവരെ, തെറ്റാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇടത്തും വലത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ചോദിച്ചപ്പോൾ എന്താണ് അവിടെ കൂട്ടായ്മയെ സംബന്ധിച്ച് 12 ശിഷ്യന്മാരുടെ എന്താണ് സംഭവിച്ചതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 41-ാം വാക്യം. അതിനുശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും 10 ശിഷ്യന്മാര് കേട്ടപ്പോൾ യാക്കോബിനും യോഹന്നാനോടും നീരസപ്പെട്ടു. കാരണം
ബന്ധപ്പെട്ട് ഞങ്ങൾ 12 പേര് ഒരുമിച്ചിരുന്നത് ഇവര് 2 രണ്ടുമൂന്ന് തിരിക്കാൻ ചോദിക്കാം. നമ്മളെല്ലാം ഒന്നല്ലേ എന്നുള്ള ചീറിക്കടിയായി പരസ്പരം ഇതായി. ദൈവത്തിന് ആരാണ് ഇവര്? യേശുക്രിസ്തു വിളിച്ച് വേർതിരിച്ചതായ 12 ശിഷ്യന്മാരിൽ 2 പേരുടെ കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് പ്രിയമുള്ളവരെ ഞാനിത് നിങ്ങളുടെ ഭാഗം ചിന്തിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് ശുദ്ധം ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുക. ഓരോ കാലത്ത് സമർപ്പണമെടുത്ത ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഈ അമേരിക്കയിലുള്ള പ്രബുദ്ധരായ നിങ്ങളെ, ദൈവത്തിന് സ്തോത്രം, മാന്യരായ നിങ്ങളെ ഒരിക്കലും കുറച്ച് കാണിക്കാനല്ല പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് യോഹന്നാൻ ഈ ആത്മാവിന്റെ ഹൃദയത്തിൽ ഈ മൺകുടാക്ക് ദൈവത്തിന്റെ ശക്തി, അത്യന്ത ശക്തി പകരുന്നതിന് തടസ്സമായ കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം അത് ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിന്റെ കാരണം? യേശു എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചോദിക്കാൻ ഇടയായ കാര്യം 42 വായിക്കണം. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട് ജാതികളെ അനുഗ്രഹമായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് യാക്കോബ് യോഹന്നാനിന് 12 പേരെയും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു അവരിൽ ഈ ചിന്ത വന്നത് എല്ലാവരേക്കാൾ മുമ്പനാകണമെന്നും ലീഡറാകണമെന്നും എടുത്ത് വരച്ചിരിക്കണമെന്നും അവർക്ക് ആഗ്രഹം തോന്നിയത് അവരിൽ ജാതികൾ കർത്തൃത്വം ചെയ്യുന്നതുകൊണ്ടാണ്, ദുഷ്ടന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വ്യവസായത്തോർമ്മയായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പപ്പായ എന്ന് പറയുന്ന ദേവദാസൻ എന്ന് ഞങ്ങൾ പറഞ്ഞ് ഓർപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങളെ വിശ്വാസിക്കണം. എന്തിനാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ പാട്ട് പാടുന്നത്? എന്തിനാണ് നിങ്ങൾ സാക്ഷി പറയുന്നത്? എന്തിനാണ് നിങ്ങൾ ദേവാലയത്തിൽ പോകുന്നത്? എന്തിനാണ് വേദപുസ്തകം വായിക്കുന്നത്? എന്തിനാണ് ദൈവത്തിന്റെ അഭിഷേകം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇവരിൽ മുമ്പനാകുവാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടാണ് അത് തന്നത്. അത് ജാതികളിൽ അർത്ഥത്തിൽ നടത്തുന്നുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവനാം മഹത്വപ്പെടുവാൻ ശിഷ്യന്മാരുടെ ആദിമകാലത്തെ ചിന്താഗതികളും സ്വഭാവങ്ങളും ചിന്തിക്കുന്നത് മാത്രമേ. ദൈവത്തിന്റെ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 31-35 വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിലിടണം. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിൽ ആളുകൾ ചിതറിപ്പോവും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും നിന്നെ തള്ളിപ്പറയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, കോഴി 2 വട്ടം പോകുമ്പോൾ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ഇല്ല, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് തള്ളിപ്പറയില്ല. ഞാൻ എന്നും നിന്റെ പിന്നാലെയാണ്. ആരും എന്നില്ലെങ്കിലും ഞാൻ നിന്റെ പിന്നാലെയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം. മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം. അവർ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമുണ്ടാണ്. ഒരിക്കലും വ്യാജം പറഞ്ഞതല്ല. ഒരു നാളും ഞാൻ നിന്നെ തള്ളിപ്പറയാം. നിങ്ങൾ എല്ലാം വിട്ട് അറിയാമല്ലോ. നീ വിളിച്ചപ്പോൾ കടന്നും വലയും വിട്ട് അപ്പനെയും അമ്മയും വിട്ട് ചുങ്കസ്ഥലം വിട്ട് എല്ലാം ഞങ്ങൾ നിന്റെ പിന്നാലെ വന്നതിൽ ഒരിക്കലും ആരെല്ലാം തള്ളി പറഞ്ഞാലും കർത്താവെ ഞങ്ങൾ നിന്നെ തള്ളിപ്പറയില്ല, ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. ദൈവത്തിന് സ്തോത്രം. മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം. ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ശിഷ്യന്മാർ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിനെ വിട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 26 എന്ന് പറയുന്ന വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 26 എന്നുള്ളതായ വാക്യം നമുക്ക് വായിക്കാൻ. ദൈവത്തിന് സ്തോത്രം. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടത്തിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണിക്കുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു.
ശിഷ്യന്മാര് 3.5 വർഷം ഒരുമിച്ച് നടന്നവര്, ഒരുമിച്ചുള്ളുകയും ഒരുമിച്ചുറങ്ങുകയും കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി അനുധാവനം ചെയ്യുകയും ചെയ്തതായ ശിഷ്യന്മാര് തോമാസ്ലിയ കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റു ഞങ്ങൾ കണ്ടു എന്ന് മറ്റുള്ളവർ സാക്ഷ്യം പറഞ്ഞിട്ട് തോമാസ്ലിയയ്ക്ക് വിശ്വാസം വന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾ പറയുന്നതൊന്നും കേട്ട് എന്നെ വിശ്വസിക്കുന്ന ആളല്ല, എനിക്ക് നേരിട്ട് ഞാൻ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പറയുന്നവരെ ആ തോമാസ്ലിഹയെ യേശു ക്രിസ്തു കേൾക്കുന്നില്ല. കൂടെ ചെന്ന് അവന് വ്യക്തിപരമായി അവൻ എന്താനുഭവം ചോദിച്ചോ അതേ അനുഭവം തന്നെ അവന് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുന്നു. യേശു ക്രിസ്തു വിളിച്ച ശിഷ്യന്മാർ അവരുടെ ഓരോരുത്തരുടെയും ആ സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ അത്യന്ത ശക്തി അവരുടെ ഹൃദയത്തിൽ പകരുന്നതിന് മുമ്പുള്ളതായ അവരുടെ സ്വഭാവ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. തള്ളി പറയില്ല എന്ന് പറഞ്ഞു, പക്ഷെ തള്ളി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവിശ്വാസി ആയിപ്പോയി. മറ്റുള്ള എല്ലാം പറഞ്ഞു. അവർക്ക് തോമസിലേക്ക് അവിശ്വസിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നു, പക്ഷേ അവിശ്വാസിയായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അവനനുസരിച്ച് 21-ാം അധ്യായത്തിന് 3-ാം വാക്യം മുതൽ ദൈവത്തിന്റെ സ്തോത്രം. എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ശീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ 2-ാം വാക്യം മുതൽ വായിക്കാം. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നദാനയിലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരും വേറെ 2 പേർ. 7 പേരുണ്ട്. 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇസ്കറിയോത്ത യൂദ പോയി. 11 പേര്. അതിൽ 7 പേരിവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരൊക്കെയാണ്? ശീമോൻ പത്രോസ്, ദിദിമോസ് തോമസ്, ഗലീലയിലെ കാനായിലെ നദാനയിലെ സെബദി മക്കളെ 2 പേര്, അവന്റെ ശിഷ്യന്മാർ വേറെ 2 പേര്. അങ്ങനെ 7 പേരും കൂടി ഇരിക്കുമ്പോൾ ബാക്കി 4 പേര് എവിടെയോ എന്തുകൊണ്ട് അവരുടെ കൂട്ടായ്മ ബന്ധങ്ങളിൽ ഒരു ശിഥിരം വന്നതുപോലെ തോന്നുന്നു? അല്ലെങ്കിൽ അവരങ്ങനെ മാറിയിരിക്കേണ്ടവരല്ല, അവരെപ്പോഴും ഒരുമിച്ച് നിന്നവരായിരുന്നു. ഇപ്പോൾ എന്തോ 4 പേര് വേറെ 7 പേര് വേറെയായി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, എന്തൊക്കെയോ അവരുടെ ആ സ്നേഹബന്ധത്തിൽ കുറവ് വന്നു പോലെ, അയവ് വന്നു പോലെ. കൂട്ടായ്മ ബന്ധത്തിൽ നമ്മൾ ഒരിക്കലും അയവ് വരരുത്. അത് വന്നാൽ അപകടമാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസിയ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു അവനെ യഥാസ്ഥാനപ്പെടുത്തിയതല്ലേ? ദൈവത്തിന് സ്തോത്രം. പത്രോസിനോട് പറഞ്ഞു നീ എന്നെ തള്ളി പറയുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തള്ളി പറഞ്ഞു. അപ്പോൾ യേശു പത്രോസിയായി നോക്കി അവൻ ഓരോരോ കണ്ണീരൊഴിച്ചെന്റെ നാഥനെ ഞാൻ തള്ളി പറഞ്ഞല്ലോ എന്ന് വലിയവായ കഴിഞ്ഞതായ പത്രോസിനാണ്. ഇപ്പോൾ പത്രോസ് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ പറഞ്ഞത്? ശീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പോകുന്നെന്ന് അവർ പറഞ്ഞു. ഒരാള് പറഞ്ഞു ഞാൻ പോവുകയാണ്. ഞാൻ ഒരിക്കല് അടവ് മലയൊക്കെ വിട്ടു പോകുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചതാണ്. പക്ഷെ 3.5 വർഷം കഴിഞ്ഞു യേശു ക്രിസ്തു മരിച്ചു പോയി. ദൈവത്തിന്റെ സ്തോത്രം. ഇനി നമ്മൾ എന്താ ചെയ്യും? അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ തട്ടകത്തിലേക്ക്, എൻ്റെ മീൻ പിടിക്കുന്ന ജോലിയിലേക്ക് എന്തിനേക്ക് പോകും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുന്നതാണ്. അപ്പോൾ മറ്റുള്ള ആളുകളും ഞങ്ങൾ പോരുകയാണ്. നമ്മൾ ഒരു സംശയത്തിന്റെ വാക്ക് പറയുമ്പോൾ ആ സംശയം മറ്റുള്ളവരിലേക്ക് പകരപ്പെടണം. നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു നിരാശയുടെ വാക്ക് പറയുമ്പോൾ ആ നിരാശ മറ്റുള്ളവരിലേക്ക് പകരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഏതായാലും പത്രോസിയ പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നതാണ്. മറ്റുള്ളവരും പറഞ്ഞു ഞങ്ങൾ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ 7 പേരും കൂടി ഗലീലാക്കടലിലെ വള്ളങ്ങളിലേക്ക് അവർക്ക് പരിചയമുള്ളതായ ഇത്രയും വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളതായ ഗലീലാക്കടലിലേക്ക് പോയി. പലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ലെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ദൈവത്തിന് പ്രിയമുള്ളവരെ, നമ്മളെ വിളിച്ചവനായ ദൈവത്തിന്റെ വിളി വിട്ടിട്ട് നമ്മൾ ഏതൊരു വഴിക്ക് തിരിഞ്ഞു പോയാലും ഫലം ആത്യന്തികമായി ഒരിക്കലും നമ്മളെ വിളിച്ചവനായ ദൈവത്തെ വിട്ട് നമ്മൾ പിന്മാറിക്കൂടാ. എന്നെ കോവിയോട് പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ. വേണ്ടി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരിക്കലും നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ട് ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ പിന്മാറ്റ ചിന്തകളോ ദൈവത്തിന് സ്തോത്രം മറ്റുള്ള നിരാത്സവപ്പെടുത്തിയ ചിന്തകളോ എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ അല്പയുക്തമായി ശരീരം പോകുന്നത് നിങ്ങളുടെ പ്രതീക്ഷ മറ്റെന്തോ ലഭിക്കുമെന്നാണ്. ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്നാണ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ എടുത്ത തീരുമാനം തെറ്റിയോ? പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ ജീവിതം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സമർപ്പിച്ചിട്ട് തെറ്റിയ ജീവിതം
ഒരിക്കലും യേശുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ചിട്ട് ഈ ദൈവത്തിന് സ്തോത്രം ഈ കറുത്ത വസ്ത്രം എടുത്തുകൊണ്ട് യേശുവിനെ സ്വീകരിച്ച ഒരു മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വ്യത്യാസമുള്ളവരായിരിക്കും, നിങ്ങളായിരിക്കും ദൈവമുള്ളവരായിരിക്കും. നിങ്ങൾക്ക് ഞാൻ എന്റെ എളിയ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, യേശുവിനെ നിങ്ങൾ ഒരിക്കൽ കൈകൊള്ളുക. യേശുവിന്റെ ജീവൻ സംരക്ഷിക്കുക. ഒരിക്കലും പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു, പോയി ഒന്നും കിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. യേശു അപ്പോൾ തടുക്കണം, പിന്നാലെ ചെന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം കിട്ടിയെന്ന് ചോദിച്ചു. ഇല്ല, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ദൈവത്തിന് സ്തോത്രം. അല്ല വീശാൻ പറഞ്ഞു. പറയുമ്പോഴവരെ ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പഴയ അനുഭവത്തിലേക്ക്, ശിഷ്യന്മാരുടെ ജീവിതത്തിലെ വീഴ്ചകളിലേക്കും എല്ലാം ഞാനൊന്ന് കണ്ണോടിച്ചതിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം അവരുടെ ആളത്തിൽ ലയിച്ചു കിടന്ന ഭാഗങ്ങളായിരുന്നു. സ്വാഭാവികമായിട്ട് അവർ തള്ളിപ്പറഞ്ഞതല്ല, മനഃപൂർവ്വം തള്ളിപ്പറഞ്ഞതല്ല. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ രക്തത്തിൽ അലിഞ്ഞു കിടന്നതായ പഴയ പാത്രത്തിന്റെ സ്വഭാവങ്ങളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് ചുരുങ്ങിയ അവസരത്തിൽ എനിക്കുള്ളിൽ സാക്ഷിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഈ മൺപാത്രത്തിൽ, ഇതേ മൺപാത്രത്തിൽ തന്നെ അത്യന്ത ശക്തി പകർന്നു. ദൈവത്തിന് വിശുദ്ധ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിലേക്ക് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്ക് ഇനി ഏറെ നാൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. നിങ്ങൾക്ക് ഒരു സ്നാനം ലഭിക്കും. അത് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ളതായ സ്നാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ ഞാൻ അറിയുന്നു. നിങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ബാക്ക് സൈഡിനായിട്ട് പിന്നെയും പുറകോട്ട് പോയതും എഴുതും വലതിരിക്കണമെന്ന് ചോദിച്ചതും ദൈവത്തിന്റെ സ്നാനം അറിയുന്നില്ല തള്ളി പറഞ്ഞതും. ദൈവത്തിന് സ്തോത്രം. എനിക്കങ്ങനെ വിശ്വാസമില്ല എന്ന് പറഞ്ഞെല്ലാം ഞാൻ അറിയുന്നു. സ്തോത്രം. നിങ്ങളുടെ പഴയ സ്വഭാവം മാറിയിട്ടില്ല, പഴയ ആളത്വം മാറിയിട്ടില്ല, പഴയ വ്രതം മാറിയില്ല. നിങ്ങൾക്ക് അതിന് പരിഹാരം പറഞ്ഞുതരാൻ നിങ്ങൾ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാ സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്ന ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവാനാണ്. ഞാൻ പോവുകയാണ്. ഇനി എന്റെ സാക്ഷ്യം വഹിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഞാൻ ഗലീല കടക്കരയിൽ നിന്നും ചുങ്കം പിരിക്കുന്ന ഓഫീസിൽ നിന്നും എല്ലാം അവിടെ നിന്നുമായി പെറുക്കിയെടുത്തതിന് ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് യാത്ര പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എന്റെ വേല തികച്ച് പിതാവായ ദൈവത്തിനെ അയച്ചതായ വേല തികച്ച് ഞാൻ പോയി കഴിയുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ, എന്റെ സാക്ഷിയാകുവാൻ നിങ്ങളെ ഞാൻ കണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നിങ്ങൾ എന്റെ സാക്ഷിയാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ദാവീദിന്റെ അനുഭവം 40 സങ്കീർത്തനം. എന്നെ യഹോവയ്ക്കായി കാത്തിരുന്നു. എന്തുകൊണ്ടാണ് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്? എന്നെ യഹോവയ്ക്കായി കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ? മീനിങ് വളരെ ക്ലിയർ അല്ലേ? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നിട്ട് കിട്ടിയില്ല. ജപിക്കോളം പ്രാർത്ഥിക്കുക, തുറക്കോളം മുട്ടുക. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതായ കാര്യമാണ്. ലഭിക്കോളം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ ഈ മൺകൂടാരത്തിൽ പകരോളം നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഇവിടെ അത്രത്തോളം സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ
അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റി നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുത്ത് നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതിന് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഈ വാഗ്ദത്തം ഉയർത്തുന്നതിന്റെ കർത്താവായ യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ചിരുത്തി പറഞ്ഞു, നിങ്ങൾ ഈ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്റെ സാക്ഷി, നിങ്ങൾക്ക് ആ ശക്തി ലഭിക്കും. ഈ മൺകൂടാരത്തിൽ നിങ്ങൾക്ക് ഈ ശക്തി ലഭിക്കും. അപ്പൊ അന്ന് കിട്ടുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, നിങ്ങൾ എന്റെ സാക്ഷികളാവും. കാത്തിരിക്കണം കേട്ടോ പ്രിയമക്കളെ, നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ. നിങ്ങളുടെ മേലെ എന്റെ ശക്തി പകരാൻ കേട്ടോ. നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഉയർന്ന് വെള്ളിമേഘങ്ങൾക്കപ്പുറത്തേക്ക് സ്വർഗ്ഗാരോഹണം ചെയ്തു. അവരിങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. യേശു ക്രിസ്തു അങ്ങ് ഉയർന്ന് സ്വർഗ്ഗാരോഹണം ചെയ്ത് നോക്കി അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് അവൻ ഒഴുക്കിലേക്ക് കഴിഞ്ഞവരെ വീണ്ടും വരും. സ്തോത്രം ദൈവത്തിന്. യേശു ക്രിസ്തു സ്വരാരോഹണം ചെയ്തു പോയത് വീണ്ടും വരാമെന്ന് വാഗ്ദത്തത്തോടുകൂടി. ദൈവത്തിന് സ്തോത്രം. അവരെ മറ്റൊന്നും ചിന്തിച്ചില്ല. അവരന്ന് കാത്തിരിക്കാൻ തുടങ്ങി. 9 ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞു. അവര് ദൈവത്തിന് സ്തോത്രം യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള വലിയ മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. ഒരു ശബത്ത് വഴി ദൂരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്തോത്രം, ശബത്തിൽ നടക്കാവുന്നതായ ദൂരം, അതാണ് ഒരു ശബത്ത് ദൂരം. അത് 3/4 കിലോമീറ്ററാണ്. അതിൽ കൂടുതൽ നടന്നാൽ അത് വേലയായിട്ട് കണക്കൂട്ടും. അന്നത്തെ യഹൂദന്മാരുടെ നിയമമാണ്. അതിൽ കൂടുതൽ നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു ശബത്ത് ദൂരം ഉള്ള വഴി എന്ന് പറയുന്നത്. എന്തുവാണ്ട് അവർ വന്ന് ദൈവത്തിന് വീണ്ടും നമ്മൾ ഒരുമനപ്പെട്ട് അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ 50 ദിവസം കഴിയുമ്പോൾ പെന്തിക്കോസ്ത് പെരുന്നാളാണ്. അന്ന് നിങ്ങളുടെ മേൽ ആത്മാവിന് പകരാമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. നിങ്ങൾ ഉയരത്തിന് ശക്തി ലഭിക്കുമ്പോഴും നിങ്ങൾ ഈ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കാത്തിരുന്ന ആ ശിഷ്യന്മാരുടെ ചിന്താഗതി ഞാൻ ഇതിലൊന്ന് ധ്യാനിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ധ്യാനത്തോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ നടത്താം. ദൈവത്തിന് സ്തോത്രം. പത്രോസിക ചിന്തിച്ചിരിക്കുകയാണ്. അവരെല്ലാവരും കൂടിയിരിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും അവർ സംസാരിക്കുന്നില്ല. അവരുടെ ഉള്ളിലെല്ലാം ഈ സ്വർഗ്ഗാരോഹണം ചെയ്തു യേശു അവൻ വീണ്ടും വരുമെന്നുള്ള വാർത്തത്വം, നിങ്ങൾ നന്നാൻ വേണ്ടി കാത്തിരിക്കണമെന്നുള്ളതായ വാർത്ത, ഇതെല്ലാം അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ നന്ദി നിൽക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും അവർ സംസാരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പത്രോസിക ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്റെ ധ്യാനമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഗലീലക്കാർക്ക് വിളിച്ചതായിരുന്നു. വലിയ ആശ്രമം ഞാൻ വിളിച്ചതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സകലവും വിട്ടത് ഞാൻ അനുഗമിക്കുന്നു. നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നൊക്കെ ഞാൻ ചോദിച്ചാൽ എല്ലാം തരാമെന്നെല്ലാം കർത്താവായ യേശു ക്രിസ്തു എന്നോട് പറഞ്ഞതുമായിരുന്നു. പക്ഷേ ദൈവത്തിന് സ്തോത്രം, സമയം വന്നപ്പോൾ ഞാൻ അതിനെ തള്ളി പറഞ്ഞു. ദൈവത്തിന് വെറും വേലക്കാരുടെ തള്ളി പറഞ്ഞ അത്രയും ഒരു മനുഷ്യനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും കർത്താവായ യേശു ക്രിസ്തു എന്നെ വിട്ടുകളഞ്ഞില്ല. ഉയർത്തെഴുന്നേറ്റപ്പോൾ മക്കളോട് പറഞ്ഞു, നീ എന്ന് ശിഷ്യന്മാരോട് പത്രോസിനോട് പറയണം, ഞാൻ നിരാശപ്പെട്ടിരുന്ന എന്റെ അടുത്തേക്ക് ആള് പറഞ്ഞു വിട്ടിട്ട് ഇനി ഞാൻ നിനക്ക് വേണ്ടി നീ നിരാശപ്പെടേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ തള്ളി കളഞ്ഞിട്ടില്ല, ഞാൻ നിന്നെ സ്വീകരിച്ചോളാമെന്ന് എന്റെ അടുത്തേക്ക് പ്രത്യേകം ആളെ പറഞ്ഞു വിട്ട് എന്നെ ഉണർത്തിയതാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഞാൻ എല്ലാവരെയും കൂട്ടി പിന്മാറ്റത്തിലേക്ക് വീണ്ടും ഗലീലഖണ്ഡിലേക്ക് മീൻ പിടിക്കാൻ പോയ മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ എന്നോടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നീ കാത്തിരിക്കാമോ, നിനക്ക് ഞാൻ ആത്മാനത്തിലാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്റെ ഹൃദയത്തിൽ നിരാശയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കും പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. തോമസ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എല്ലാവരുടെയും കൂടെ ഞാൻ നടന്നു, 3.5 വർഷക്കാലം ഞാൻ നടന്നു. എനിക്ക് എത്ര പ്രിയപ്പെട്ടവരായിരുന്നു ആ ശിഷ്യന്മാർ. അവർ പറയുന്ന വാക്ക് എനിക്ക് അവിശ്വസിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടാകില്ല. എങ്കിലും ഞാൻ അതിൽ നിന്ന് വ്യതിരിക്തനായിട്ട് മാറിയുന്നുണ്ട്. നേരിട്ട് കണ്ടാലേ വിശ്വസിക്കുമെന്ന് ഞാൻ അവിശ്വാസിയായി പോയി. എങ്കിലും കർത്താവ് എന്നെ തള്ളിപ്പറഞ്ഞില്ല. എന്നെ വീണ്ടും ചേർത്ത് വെച്ചിട്ട്, തോമാസേ നീ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞ് എന്നെയും ചേർത്തണച്ച് ദൈവത്തിന്റെ സ്തോത്രം തള്ളിക്കളയാതെ ചേർത്ത് നിർത്തി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് തോമാസിയായിട്ട് നിരാശയില്ല. ദൈവത്തിന്റെ സ്തോത്രം. തരാമെന്നാണ് പറഞ്ഞത്. ആത്മാവിനെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അയക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഓരോരുത്തരായിട്ട് ചിന്തിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. 120 കഴിയുന്ന സംഭവം. ശിഷ്യന്മാർ മാത്രമല്ല, 120 പേര് കൂടിയിരുന്ന സംഭവം. അവരുടെ ഹൃദയത്തിൽ ഒരേ ഒരു ചിന്ത,
യേശുക്രിസ്തുവിനെ കുറിച്ചുണ്ട്. യേശുക്രിസ്തു മരിച്ചത്, 3 നിലകളിൽ മരണത്തിൽ തൂക്കപ്പെട്ടത്, ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം, ദൈവത്തിന്റെ സ്തോത്രം, നടുവിലെ ആ പുരുഷന്റെ കർത്താവായ യേശുക്രിസ്തു അർത്ഥനഗ്നനായി കിടന്നത്, പുറം ഒഴുകിലാൽ പോലെ കീറിയത്, കണ്ടാൽ ആളല്ലാതെ വന്നാൽ വിരൂപമാക്കപ്പെട്ട് കിടന്നത്, ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് കർത്താവായ യേശുക്രിസ്തു നിലവിളിച്ചത്, അവസാനം ദൈവത്തിന്റെ സ്തോത്രം നിവൃത്തിയായി. പിതാവിനെ എന്തയച്ചു അക്കാര്യം ഞാൻ നിവർത്തിച്ചു എന്ന് പറഞ്ഞ് തലചായ്ച്ച് പ്രാണനെ വിട്ടത്, ദൈവത്തിന്റെ സ്തോത്രം. വലതുഭാഗത്തുകള് ദൈവമേ യേശുവെ നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമെന്ന് പറഞ്ഞ് ഇതെല്ലാം അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ തിരട്ടിത്തേറ്റ് വന്നുകൊണ്ടിരുന്നു. സഹോദരി മക്കള് അവർ വിചാരിച്ചു ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ വിളിച്ചു. ദൈവത്തിന്റെ സ്പർശനങ്ങൾ അധികാരമോഹികളും സ്ഥാനമോഹികളും ലീഡർഷിപ്പ് കാക്ഷിക്കുന്നവരും ഒക്കെ ആയി പോയി, ദൈവത്തിന്റെ സ്തോത്രം. എങ്കിലും ഞങ്ങളോടും പറഞ്ഞു കാത്തിരിക്കുകയാണ്. ഇങ്ങനെ അവരെല്ലാവരും കാത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയാണ് പെന്തക്കോസ്തി നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. ദൈവത്തിന്റെ സ്തോത്രം. എപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ മേഖലയിൽ നിന്ന് നമ്മൾ കറഞ്ഞുകൂടി? ഒരുപക്ഷെ നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ഒരു വീട്ടിൽ ചെന്ന ഒരാളോട് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഔട്ട്പോറിംഗ് വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ മൺകൂടാരങ്ങൾക്ക് വരുന്ന അത്യന്ത ശക്തി, ദൈവത്തിന്റെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്റെ മേലെ ഈ ശക്തി വരണമെന്ന്? ഈ മൺകൂടാരമാണ് എന്റെ മന്ദിരത്തിൽ, എന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്ന് പകരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം. ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പ്രിയമുള്ളവരും ഇപ്പോൾ ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ആഗ്രഹിക്കാം. കർത്താവേ, നിന്റെ അത്യന്ത ശക്തി ഉണ്ടല്ലോ, നീ പകർന്നു തരാവുന്ന അത്യന്ത ശക്തി ഞങ്ങളെ പോലെ ബലഹീനരും ദൈവത്തിന് വീണുപോകുന്നവരുമായ ആ ശിഷ്യന്മാരുടെ മേൽ അന്ന് പകർന്നു കൊടുത്തായ അത്ഭുത ശക്തി ഉണ്ടല്ലോ, ആ മൺകൂടാരങ്ങളിൽ പകർന്നായ അത്ഭുത ശക്തി ഉണ്ടല്ലോ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മേൽ ഒന്ന് പകർന്നു തരാമെന്ന് നിങ്ങൾ ഇപ്പോഴൊന്ന് ആഗ്രഹിക്കാമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, വേറെ യാതൊന്നും വേണ്ട. നമ്മളെ തന്നെ കണ്ടുകൊണ്ട് ദൈവത്തിനെ കാത്തിരിക്കുമ്പോൾ എപ്പോഴാണ് നമുക്ക് അറിഞ്ഞത്? എപ്പോഴും ഈ അത്ഭുത ശക്തി ഈ മൺകൂടാരങ്ങളിൽ പകരും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആ ശക്തി നമ്മളിൽ പകർന്നില്ല എങ്കിൽ, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ ഈ മൺകൂടാരത്തിൽ പകർന്നില്ല എങ്കിൽ, യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ പ്രധാനമന്ത്രി ശബ്ദത്തോടെ ഗംഭീരനാഥത്തോടെ ആകാശമേഘങ്ങളിൽ വരുമ്പോൾ ഇന്ന് ഈ അത്യന്ത ശക്തി ഞങ്ങൾ പകർന്നിട്ടില്ല. പ്രിയമുള്ളവരെ, ആ ശബ്ദം നമ്മൾ കേൾക്കുകയില്ല. യേശുക്രിസ്തുവിന്റെ ഗംഭീര സ്വരം നമ്മൾ കേൾക്കുകയില്ല. പറന്നു പോകുന്ന വിശുദ്ധന്മാരോടൊത്ത് നമ്മൾ പറന്നു പോകുകയില്ല. അല്ല, നമ്മൾ ഇവിടെ നിന്ന് കടന്നുപോയിട്ടാണെങ്കിൽ ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ കല്ലറകൾ തുറക്കുന്ന മട്ടിൽ നമ്മുടെ കല്ലറ തുറക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാകട്ടെ, മരിച്ചതിന് ശേഷമാകട്ടെ, എപ്പോൾ വന്നാലും യേശുവിനോടുകൂടി മധ്യാകാശത്തിൽ പറന്നു പോകണമെങ്കിൽ ഇന്ന് ഈ മൺകൂടാരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി പകരണം. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഏറിയ ആഗ്രഹത്തോടെ അല്ല വിലയേറിയ ആഗ്രഹത്തോടെ നമ്മൾ കണ്ണുകളടയ്ക്കണം, തലവണക്കണം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ തലവണക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. ഈ അത്യന്ത ശക്തി തരാമെന്ന് പറഞ്ഞ യേശുവിനോടാണ്. സ്തോത്രം. ആ യേശു നമ്മുടെ ഹൃദയത്തിൽ ഇത് പകരണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. പഴയ തുരുത്തി, പഴയ സ്വഭാവം, പഴയ പ്രകൃതം, പഴയ പാപജീവിതം, അതിനോട് യാത്ര പറയാതെ പ്രിയമുള്ളവരെ ഈ പുതിയ വീഞ്ഞ് ഒരിക്കലും പകർന്നു വരാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എങ്ങനെ ഈ പഴയ തുരുത്തിയെ പുതിയ തുരുത്തിയാക്കി മാറ്റുവാൻ കഴിയും? അത് നമ്മളുടെ ഒരു സമർപ്പണമാണ്. സ്തോത്രം. എന്റെ കർത്താവ് ഇതുവരെ വന്നതെല്ലാം വന്നു. ഇനി മുതൽ ഞാൻ നിന്റെ അടിമയായിരിക്കും. നിന്റെ രക്തത്താൽ എന്നെ കഴിയണമേ. സ്തോത്രം. നീ ക്രൂശിൽ കഴിഞ്ഞ പുണ്യാത രക്തത്താൽ, പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ എന്നെ ഒന്ന് കഴിയണമെന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴും പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഒരു തുള്ളി രക്തം, യേശുവിന്റെ ഒരു തുള്ളി രക്തം, യേശുവിന്റെ ഒരു തുള്ളി രക്തം, യേശുവിന്റെ ഒരു തുള്ളി രക്തം നിങ്ങളുടെ നെറുകയിൽ വീണാൽ പഴയ തുരുത്തി പുതിയ തുരുത്തിയായി മാറും. ഈ തുരുത്തിയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകരുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ശാന്തമായി നമ്മുടെ ജീവിതം ദൈവത്തിന് സ്തോത്രം കർത്തരങ്ങളിലേക്ക് സമർപ്പിക്കാം. കാലത്തോട് യാത്ര പറയാം. യേശുവിന്റെ ആത്മാവിനെ ദാഹിക്കാം. ഈ മൺകൂടാരത്തിൽ അത്യന്ത ശക്തി പകർന്നു കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മനസ്സിലുള്ള
നൽകുന്നത്. ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക സ്തോത്രം. ഞങ്ങളിപ്പോൾ ഭൗതികമായിട്ട് ദേവാലയത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ഉള്ളം കണ്ണുകൊണ്ട് ഞങ്ങൾ കാണുന്നു കാലുകൾ പ്രശ്നിച്ചോട്ടും സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യത്തിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടടിയിൽ ഞങ്ങൾ എല്ലാവരും ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുന്നു. തിരുരക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ. ഒരു തുള്ളി രക്തം ഞങ്ങളുടെ നെറ്റിമേൽ ഒന്ന് വീഴിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കുള്ള അടയാളമായി ക്രൂശിന്മേൽ അവിടുത്തെ രക്തം ചാർത്തിത്തരണമേ. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിത്തരണമേ. നിത്യജീവന്റെ അവകാശം ഞങ്ങൾക്ക് തരണമേ. അത്യന്ത ശക്തി ഞങ്ങളിലേക്ക് പകരണമേ. കർത്താവേ, തല വണക്കിയിരിക്കുന്നു, പല സ്ഥലങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെ മേലും അവിടുത്തെ കൃപയും വാഴ്വും അവിടുത്തെ അനുഗ്രഹിച്ച് ഞങ്ങളെ എന്ന സന്തോഷത്തോടെ പറഞ്ഞയക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പിതാവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. തുടർന്ന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇന്നും നന്ദിയുള്ളവരാണ്. നിങ്ങളുടെ ഉപചാരങ്ങൾക്ക് നന്ദിയുള്ളവരാണ്. നിങ്ങളുടെ സ്വീകരണത്തിന് നന്ദിയുള്ളവരാണ്. ദൈവത്തിന് നിങ്ങൾക്ക് എല്ലാ പ്രതിഫലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായി